കുറച്ച് നാൾ മുമ്പേ കുറച്ച് കപ്പക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മധുരം കിഴങ്ങില്ലേ, അത് തന്നെ സാധനം. പിന്നീട് അതിനെ ശ്രദ്ധിക്കാനോ അതിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. പറിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞേക്കണ്. അപ്പൊ എന്താണ് അവസ്ഥ എന്നൊന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ ഇവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. എന്നാലും തെറ്റില്ലാത്ത രീതിയിൽ നമ്മളെ നിരാശപ്പെടുത്താതെ തന്നെ അവർ വിളവ് വന്നിട്ടുണ്ട്. പിന്നെ എത്ര ചെറുതാണെങ്കിലും നമുക്കിത് വെറുതെ കളയാൻ പറ്റുമോ? ഓർഗാനിക് അല്ലേ, കൂടാതെ ഇത്രയും ഗുണങ്ങളുള്ള സാധനം. ഇതിൽ നിറയെ ഫൈബറും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വയറിൻ്റെയൊക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു സാധനം ബീറ്റാ കരോട്ടീനാണ്. ഇത് ഡയറക്റ്റായിട്ട് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് നമ്മുടെ ബോഡിയിൽ കാഴ്ചയ്ക്കും അതുപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്, കുട്ടികളിലൊക്കെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ നല്ലതാണ്. കുട്ടികളുടെ വളർച്ചാ ഘട്ടത്തിൽ വളരെ ചെറുപ്പം മുതൽ നമുക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റിയ ഒരു സാധനമാണിത്. ഇത് പല രീതിയിൽ നമുക്ക് പാൻകേക്കായിട്ടും അങ്ങനെ ഒരുപാട് റെസിപ്പികളിലൂടെ നമുക്ക് കുട്ടികളുടെ ഉള്ളിൽ എത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴിക്കാത്തവരൊക്കെ കഴിച്ചു നോക്കുക. കുട്ടികളൊക്കെ ചെറുപ്പം മുതലേ കഴിപ്പിച്ച് ശീലിപ്പിക്കുക. പണ്ടുള്ളവരുടെ ആരോഗ്യം ഇതൊക്കെ തന്നെയായിരുന്നു.